ഭരണപക്ഷത്തുള്ള യുവജന സംഘടനയ്ക്ക് ഭരണത്തിൽ വിശ്വാസമില്ല അല്ലെങ്കിൽ ഭരിക്കുന്ന പോലീസിൽ വിശ്വാസമില്ല എന്ന് പറയുന്നത് ഒരു ദുരന്തം തന്നെയാണ്. ഇത് വലിയൊരു അരാജകത്തിലേക്കാണ് പോകുന്നത്. വരാനിരിക്കുന്ന ഒരു കാലത്തിന്റെ സൂചനയും കൂടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഭരണകക്ഷിയിൽപ്പെട്ട യുവജന സംഘടനയിലെ ആൾക്കാർ തന്നെ പോലീസിനെ മർദ്ദിക്കുമ്പോൾ പോലീസിനെ ഭരിക്കുന്ന പോലീസ് മന്ത്രി ആ മന്ത്രിയുടെ ഡിപ്പാർട്ട്മെന്റിൽ തങ്ങൾക്ക് നീതി കിട്ടില്ല എന്ന് ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ടാണ് അവർ വന്നതാണ് ഇടതുപക്ഷ പ്രൊഫൈലുകളൊക്കെ അതിനെപ്പറ്റി പറയുന്നത്. നമസ്കാരം. കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം സംഭവബഹുലമായ ഒരാഴ്ചയാണ് കടന്നുപോയത്. തിരുവനന്തപുരത്ത് SFI നേതാവിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥന് ക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വരുന്നു. അതിന് തൊട്ടു പിന്നാലെ എന്നോണം കോഴിക്കോട് ടൗൺ SIക്ക് പൊതുസ്ഥലത്ത് വെച്ച് പട്ടാപ്പകൽ കുത്തേൽക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. എന്താണ് കേരള പോലീസിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഉമേഷ് വള്ളികുന്നാണ്. ചേട്ടാ, ഇപ്പൊ കഴിഞ്ഞ തവണ നമ്മൾ കാണുമ്പോൾ കേരള പോലീസിന്റെ മാസപ്പടി വിവാദമായിരുന്നു നമുക്ക് ചർച്ച ചെയ്യാനുണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ വീണ്ടും നമ്മൾ കാണേണ്ടി വരികയാണ്. പക്ഷെ ഈ സമയത്ത് പോലീസുകാർക്ക് മർദ്ദനമേൽക്കുന്നു, പോലീസുകാർക്ക് കുത്തേൽക്കുന്നു, പോലീസുകാരെ ജനങ്ങളെ പേടിച്ചോടേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. പോലീസിന്റെ ടൗൺ സ്റ്റേഷനിലുണ്ടായ സംഭവം വളരെ നിർഭാഗ്യകരമാണ്. ഒരു ക്രിമിനലിനെ ചായക്കടയിൽ പ്രശ്നം ഉണ്ടാക്കിയെടുത്തുനിന്ന് എണീപ്പിച്ച് വിട്ടിട്ട് അയാൾ സ്റ്റേഷന് മുമ്പിൽ കാത്തുനിന്ന് കുത്തുക എന്നുള്ള ഒരു സംഭവമാണ്. അത് എന്താ പറയുക, പോലീസിന്റെ ഒരു നിസ്സഹായതയാണ് അവിടെ കാണിക്കുന്നത്. എന്നാൽ തിരുവനന്തപുരത്ത് മാളില് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഒരു പോലീസുകാരനെ അയാളുടെ ഡ്യൂട്ടിക്കിടയിൽ ഉണ്ടായ ഒരു മർദ്ദനത്തിന്റെ പേരിൽ, ആ മർദ്ദനം കഴിഞ്ഞിട്ട് 1.5 മാസത്തോളമായി, അതിന് പ്രതികാരം എന്നോളം അയാളെ പിന്തുടർന്ന് മർദ്ദിക്കാൻ ശ്രമിക്കുകയും അയാൾ പ്രതിരോധിക്കുകയും ചെയ്ത ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും വിചിത്രമായിട്ട് തോന്നുന്നത്, സാധാരണഗതിയിൽ പ്രതിപക്ഷം അല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരെ നിൽക്കുന്ന ആൾക്കാരാണ് പോലീസിനെ മർദ്ദിക്കുകയും പോലീസിനെതിരെ അക്രമം നടത്തുകയൊക്കെ ചെയ്യുന്നത്. ഇത് ഭരണകക്ഷിയിൽപ്പെട്ട യുവജന സംഘടനയിലെ ആൾക്കാർ തന്നെ പോലീസിനെ മർദ്ദിക്കുമ്പോൾ അവർക്ക് പോലും പോലീസിൽ വിശ്വാസമില്ലാത്തൊരു സാഹചര്യം എന്നാണല്ലോ മനസ്സിലാകുന്നത്. പോലീസിനെ ഭരിക്കുന്ന പോലീസ് മന്ത്രി ആ മന്ത്രിയുടെ ഡിപ്പാർട്ട്മെന്റിൽ തങ്ങൾക്ക് നീതി കിട്ടില്ല എന്ന് ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ടാണ് അവർ വന്നതാണ് ഇടതുപക്ഷ പ്രൊഫൈലുകളൊക്കെ അതിനെപ്പറ്റി പറയുന്നത്. പക്ഷേ ഇത് വലിയൊരു അരാജകത്തിലേക്കാണ് പോകുന്നത്. വരാനിരിക്കുന്ന ഒരു കാലത്തിന്റെ സൂചനയും കൂടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം പോലീസുകാരെ റോട്ടിൽ കൈകാര്യം ചെയ്യുക, കാരണം അതിന് വൻ ജനപിന്തുണയാണ് കിട്ടുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു മാനസിക വൈകല്യമുള്ള കുട്ടിയെ പീഡിപ്പിച്ചതായിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യും, ആളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിന് കിട്ടുന്നൊരു പിന്തുണ ഉണ്ടല്ലോ, വളരെ വലിയൊരു പിന്തുണ, വലിയൊരു ജനസമൂഹം തന്നെ അദ്ദേഹത്തിനെ പിന്തുണച്ചുകൊണ്ട് ഈ വിക്ടിമിനെ ബ്ലെയിം ചെയ്യുന്നൊരു സാഹചര്യമാണ്. അതിന് സമാനമായിട്ട് തന്നെയാണ് ഇവിടെ ഈ പറഞ്ഞ സംഭവത്തിലും. അതായത് നമ്മൾ തൊടുപുഴയിലൊരു യുവാവ് പ്രതിരോധിക്കുന്ന സ്ത്രീകളെ അല്ലെങ്കിൽ പുരുഷന്മാർക്കെതിരെ നിൽക്കുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണം എന്ന് ആഹ്വാനം ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു. അതേ തരത്തിലാണ് ഇപ്പോഴും ഈ പറഞ്ഞ ഭരണകക്ഷിയിൽപ്പെട്ട പല പ്രൊഫൈലുകളും പറയുന്നത്. അല്ല, അപ്പൊ ഞാൻ അവിടെ ചോദിക്കുന്നത്, പോലീസും ജനങ്ങളും തമ്മിൽ, ജനങ്ങളല്ലെങ്കിൽ പോലും ഈ പറയുന്ന ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി സംഘടനകള്, ഇവരും പോലീസും നമ്മളൊരു തുറന്ന ഏറ്റുമുട്ടൽ എന്ന് പറയുന്നത് നമ്മുടെ നിയമവ്യവസ്ഥിതിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഒരു പോലീസ് സംവിധാനത്തിന്റെ ഒരു വലിയ പോരായ്മയല്ലേ എടുത്തു കാണും? വിദ്യാർത്ഥി സംഘടനകളും പോലീസും തമ്മിലുള്ള തുറന്ന ഏറ്റുമുട്ടലുകൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. സമര രംഗങ്ങളിലൊക്കെ നമ്മളത് കാണുന്നതാണ്. പോലീസുകാർക്കും അടികൊള്ളുന്നു, സമരക്കാർക്കും അടികൊള്ളുന്നു, ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള സംഭവങ്ങളാണ്. പക്ഷെ ഇത് ഒരു തുറന്ന ഏറ്റുമുട്ടൽ എന്ന് പറഞ്ഞുകൂടാ. പിന്തുടർന്ന് ഒളിച്ചിരുന്നൊക്കെ തല്ലുന്ന തരത്തിലുള്ള ഒരു ഭീകരമായ ഒരു അവസ്ഥയാണ്. അങ്ങനെയാണെങ്കിൽ പോലീസുകാർക്ക് പണിയെടുക്കാൻ പറ്റില്ല. അതേസമയം തന്നെ ഈ ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ അവരുടെ നിയമവിരുദ്ധമായിട്ട് അടികൊണ്ട ഒരാൾക്ക് നീതി തേടി പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ അത് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായെന്നാണ് അവർ പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു പരാതി വരികയോ നടപടി എടുക്കുകയോ ഉണ്ടായിട്ടില്ല. അതിലപ്പോൾ അവർക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടായിരിക്കണം. ഭരണപക്ഷത്തുള്ള യുവജന സംഘടനയ്ക്ക് ഭരണത്തിൽ വിശ്വാസമില്ല അല്ലെങ്കിൽ ഭരിക്കുന്ന പോലീസിൽ വിശ്വാസമില്ല എന്ന് പറയുന്നത് ഒരു ദുരന്തം തന്നെയാണ്. അപ്പൊ 10 വർഷം കൊണ്ട് പോലീസിനെ എവിടെ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതൊരു ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണത്. തീർച്ചയായിട്ടും. അപ്പം ഇത് ഒരു പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കൾക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. അതായത് തെറ്റായ രീതിയിലുള്ള സന്ദേശമാണെങ്കിൽ പോലും നമ്മുടെ യുവാക്കൾ ഇത് കണ്ട് മോട്ടിവേറ്റഡ് ആവാനും നാളെ പോലീസിനെ ജനം തെരുവിൽ കൈകാര്യം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്തായിരിക്കും? അപകടമാണ്. കാരണം 50,000 പോലീസുകാരേ ഉള്ളൂ. ഈ 3.5 കോടി ജനങ്ങൾക്കിടയിൽ 50,000 പോലീസിൽ ലോക്കലിലോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കിടയിലോ ജോലി ചെയ്യുന്നത് 10-20,000 പോലീസുകാരാണ്. ഇപ്പൊ ഒരു ഡ്യൂട്ടിക്കിടയിൽ ഉണ്ടാകുന്ന സംഭവത്തിന്റെയോ ഒരു മോശം പെരുമാറ്റത്തിന്റെയോ ആരുടെയെങ്കിലും മോശം പെരുമാറ്റത്തിന്റെ പേരിൽ മറ്റുള്ളവരുടെ നേരെയൊക്കെ ഇങ്ങനെ കയറാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. പലപ്പോഴും ഇതിന് ബലിയാടാവേണ്ടി വരുന്ന ഏറ്റവും താഴെ തട്ടുള്ള പോലീസുകാരാണ്.
താഴെ തട്ടില്ല. ഇപ്പൊ ഇവിടെ ഇപ്പൊ ആ പോലീസുകാരൻ തന്നെയാണ് തല്ലി, ആ പോലീസുകാരനിലേക്കാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ ആ പോലീസുകാരന്റെ വീഴ്ച മാത്രമല്ല അത്. ഇവർ ഈ ഉത്തരവ് നടപ്പിലാക്കാൻ മാത്രമുള്ള ആളുകളും, പക്ഷെ ജനങ്ങൾ കാണുമ്പം എന്നെ തല്ലിയത് ഇയാളാണ് എന്നുള്ള രീതിയിൽ ഇയാളെ തെരഞ്ഞെടുത്ത് ആക്രമിക്കുകയും ചെയ്യുമ്പോൾ മേളിലുള്ള ഉത്തരവ് കൊടുത്ത ആളുകൾ പലപ്പോഴും രക്ഷപ്പെടുന്നു. അതായത് ജനങ്ങൾക്ക് പോലീസിനെതിരെ ആക്ഷേപം ഉണ്ടാകും, പരാതി ഉണ്ടാകും. അത് പരിശോധിച്ച് കൃത്യമായിട്ട് നടപടി എടുക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് പോലീസിലൊരു വിശ്വാസം ഉണ്ടാകും. അപ്പൊ അതില്ലാന്നും കൂടിയാണ് ഈ സൂചിപ്പിക്കുന്നത്.